കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32 ശ്ലോകം 23 നമുക്ക് ചെയ്യേണ്ടത്. 22 എന്താ പറഞ്ഞ? അമ്മേ അനന്യഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ അനന്യഭക്തിയോട് കൂടി ഭജിക്കൂ എന്ന് പറഞ്ഞു. ഇനി എന്താ പറയണ വെച്ചാല്, ഭക്തി ജ്ഞാനം ഉദിച്ചാലല്ലേ ആത്മസാക്ഷാത്കാരം കിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഭക്തിയോടുകൂടി ഭജിക്കൂ പറഞ്ഞതിന് എന്താ അർത്ഥം? അത് പോരലോ, ഭക്തി പോരലോ എന്നുള്ളതിനുള്ളൊരു ഉത്തരം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അറിയോ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിപ്പോയെങ്കിൽ, അങ്ങനെ തോന്നുകയാണെങ്കിൽ, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. ഇതേപോലെ വേറൊരു ശ്ലോകം കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്താ അറിയോ, വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തദഹൈതുകം. അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട് അതിന് മുമ്പേ. അതെനിക്ക് തോന്നുന്നത് ആദ്യത്തെ സ്കന്ധത്തിലാ തോന്നുന്നു. ഇത് ഏകദേശം അതന്നെയാണ്. അവസാനം ജ്ഞാനം യത് ബ്രഹ്മദർശനം എന്നാണെന്നേ ഉള്ളൂ. അപ്പൊ നമുക്കതിന്റെ അർത്ഥത്തിലേക്ക് പോവാം. 23 ഭഗവതി, അതായത് ഭഗവാനായ വാസുദേവേ, ശ്രീ വാസുദേവനിൽ പ്രയോജിത, അതായത് അർപ്പിക്കപ്പെട്ട ഭക്തിയോഗം, ഭക്തി, വൈരാഗ്യം, വിരക്തിയെയും ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മദർശനം ചെല്ല, അതായത് ഈ ആത്മസാക്ഷാത്കാരം തന്നെ ബ്രഹ്മസാക്ഷാത്കാരം ആവുന്ന ജ്ഞാനം, അത് ഏതോ അതിനെയും ആശു മീൻസ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അതായത് അനായാസമായിട്ട് എഫർട്ട്ലെസ് ആയിട്ട് ജനയതി ഉണ്ടാക്കുന്നു. അപ്പൊ അമ്മേ, എന്നാ ജ്ഞാനം ഉദിച്ചാലല്ലേ ഭക്തി കൊണ്ട് മാത്രം മോക്ഷം കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. എന്താ കാരണം വെച്ചാൽ, ജ്ഞാനം കൊണ്ടാണ് മോക്ഷം ശരിയാണ്, പക്ഷെ ഭക്തി കൊണ്ട് മോക്ഷം എങ്ങനെയാ ഉണ്ടാവുക വെച്ചാൽ യാതൊരു പേടിയും വേണ്ട അതിനെ പറ്റിയിട്ട്. അതോ എല്ലാ ജീവജാലങ്ങളുടെയും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ കുറിച്ചുള്ള ആ ഭക്തി നല്ലോണം വർദ്ധിക്കുമ്പോ തന്നെ വിഷയസുഖങ്ങളില് വൈരാഗ്യം വരും. വിഷയസുഖങ്ങളിൽ, അതായത് ഈ മെറ്റീരിയൽ ആയിട്ടുള്ള ഭഗവാനോട് ഭക്തി വർദ്ധിക്കും തോറും വൈരാഗ്യവും വർദ്ധിക്കും. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, അതാ തന്നെ ഭക്തിക്കും. അപ്പോ ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണമായിട്ടുള്ള ആ ജ്ഞാനം, അങ്ങനെ ഭക്തി, പൂർണ്ണ ഭക്തിയും പൂർണ്ണ വൈരാഗ്യവും ഉള്ള മനസ്സിന് തന്നെ ഭഗവത് കൃപയുണ്ട്. ഒരു സമയത്ത് ജ്ഞാനം തന്നെ ഉദിക്കും. അതിനൊരു സംശയവും വേണ്ടാന്ന് പറയാണ്. അതായത് ഭക്തിയും വൈരാഗ്യവും ഒത്തുചേരുമ്പോ അവിടെ ജ്ഞാനവും വരും പതുക്കെ. അതായത് നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കാൻ നോക്കിയാൽ മതി. കാരണം ഭക്തി വർദ്ധിക്കുമ്പോൾ ഈ ബാക്കി സുഖങ്ങളെ, വിഷയസുഖങ്ങളില് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും. എപ്പോഴും ഭഗവാനാണ് മനസ്സിലേ. അപ്പൊ പിന്നെ വേറൊന്നിനും സ്ഥാനമില്ലല്ലോ. അതായത് ഇതിന് പറയുന്നത് എന്താ വെച്ചാൽ, ഭഗവാനെ മനസ്സില് ഭഗവാനെ നിറയ്ക്ക, പിന്നൊന്നിനും ഒരു സ്ഥലമില്ലാത്ത പോലെ എപ്പോഴും മനസ്സിൽ ഭഗവാനെ നിറയ്ക്കുക. എന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ ചോദിക്കും, വേണം. പക്ഷേ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് തന്നെ ചെയ്യുക എല്ലാതും. എങ്ങനെയാ അത് പറ്റുകച്ചാൽ, അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗീതയിലെ, അഭ്യാസേന തു കൗന്ദേയ, അത് പ്രാക്ടീസ് തന്നെ വേണം. അതായത് ഞാൻ വായിച്ച ഒരു പിന്നെ ആരാന്നിപ്പം എനിക്ക് ഓർമ്മയില്ല, ഈ പഴയ പ്രബുദ്ധ കേരളത്തിലാണ് വായിച്ചത്. അതെന്താ വെച്ചാല്, നമ്മളാദ്യം പിന്നെ ഈശ്വരനെ അല്ലിപ്പോ നാമം ജപിക്കാന്ന് വെച്ചോളൂ. ഇപ്പൊ ഞൊച്ചൂർ എപ്പോഴും നാമം ജപിക്കാൻ പറയുന്നത്, നാമം ജപിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ആദ്യമൊക്കെ നമുക്ക് നാമം ജപിക്കണേല് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ നമ്മൾ ഈ ചെയ്യണ കാര്യത്തിലാണ് ശ്രദ്ധ ഉണ്ടാവുക. അതായത് നാമം ചിലപ്പോൾ നിൽക്കും, ഈ ചെയ്യണ കാര്യത്തിൽ നമ്മൾ വല്ലാതെ ശ്രദ്ധിച്ചിട്ടേ. ഇപ്പൊ ഒരു ഉദാഹരണം, പാല് കാച്ചാന്ന് വെച്ചോളൂ. അതിന്റെ മുമ്പിൽ കുറച്ചു നേരം നിൽക്കണം, അപ്പൊ നമുക്ക് ശരിക്കും നാമം ജപിക്കുകയൊക്കെ ചെയ്യാം അല്ലേ. പക്ഷേ നമുക്ക് ആ നാമം ജപിക്കണതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി, അപ്പോഴേക്കും
വേറെ എന്തെങ്കിലും ഗ്ലാസ് എടുത്തു. അതിനിടയ്ക്ക് എങ്ങനെ വെച്ചാൽ ചിലപ്പോൾ നാമജപം അങ്ങോട്ട് നിൽക്കും ആദ്യം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഈശ്വരനെ വിചാരിക്കും നാമം ജപിക്കുമ്പോൾ. പക്ഷെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ജപിക്കുന്നുണ്ടാവും, പക്ഷെ ആലോചിക്കുന്നത് വേറെയാണ്. അല്ലെങ്കിൽ ഈ ചെയ്യണ കാര്യത്തിനെ പറ്റി ആലോചിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കും. സാരമില്ല. എന്താ ഈ നാമത്തിൻ്റെ ഒരു ശക്തി വെച്ചാൽ, ഈ നാമം നമ്മളിങ്ങനെ ജപിച്ചടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ നാമം നമ്മുടെ ചിന്തകളെ ടേക്ക് ഓവർ ചെയ്യും. ആദ്യം ചിന്തകള് നാമത്തിനെ ടേക്ക് ഓവർ ചെയ്യാണ്. നാമത്തിനെയാണ് ആദ്യം ചിന്തകൾ നമ്മളെ നാമത്തിനെ കടക്കാൻ സമ്മതിക്കാണ്ട്, അല്ലെങ്കിൽ നാമത്തിന് നിർത്തും. നേരെ അവസാനം കുറച്ച് കഴിയുമ്പോൾ ഈ നാമത്തിൻ്റെ തന്നെ ശക്തിയുണ്ട്, നമ്മുടെ ശക്തി കൊണ്ടൊന്നുമല്ല, ഈ നാമത്തിൻ്റെ തന്നെ ശക്തി കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നാമം ചിന്തകളെ ടേക്ക് ഓവർ ചെയ്യും. മീൻസ് ചിന്തകൾ നാമത്തിന് അധീനാവും. അതുവരെ നാമം ചിന്തകൾക്ക് അധീനായിരുന്നത്. അപ്പൊ എങ്ങനെയാ വെച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ചെയ്യണ കാര്യം നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് യാന്ത്രികമായിട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴും ഈശ്വരനിലാവും എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിലിപ്പോ ശരിക്കും ആ നിലയ്ക്കാണ് പറയണത്. ഭക്തി വർദ്ധിക്കുമ്പോൾ നമുക്ക് വിഷയസുഖങ്ങളുടെ താല്പര്യം കുറയും, വൈരാഗ്യം വർദ്ധിക്കും. ഭക്തിയും വൈരാഗ്യവും നല്ലോണം ഉണ്ടാവുന്ന സമയത്ത് ഈശ്വര കൃപ വേണം എന്തായാലും. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉദിക്കും. അതുകൊണ്ട് അമ്മേ ഭക്തി വർദ്ധിപ്പിക്കൂ തന്നെയാണ് പറയണത്. അത് നമുക്കുള്ള ഉപദേശമാണ്, സാധാരണ നമ്മളെ പോലെയുള്ളവർക്കുള്ളൊരു ഉപദേശമാണ്. ഭക്തി വർദ്ധിപ്പിക്കുന്ന എങ്ങനെ എനിക്ക് ഭക്തി ഇല്ലോ എന്ന് നമുക്ക് തോന്നും പലപ്പോഴും. സാരില്ല, നാമം ജപിക്കേ, ഭഗവാന്റെ കഥകൾ കേൾക്കേ, അല്ലെങ്കിൽ ഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ആ ഭഗവത് സ്മരണ ബാക്കി ചിന്തകളെ ഇങ്ങട് അധീനത്തിലാക്കും. അത് തന്നെ വരുന്നാണ് അറിവുള്ളവരും വളരെയധികം ആത്മസാക്ഷാത്കാരം ലഭിച്ചവരും ഒക്കെ പറയണ. ഈവൻ വ്യാസൻ എന്താ പറഞ്ഞ, ഭാഗവതം മുഴുവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം വ്യാസൻ എന്ത് പറഞ്ഞു? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വളരെ നല്ലൊരു, ഞാനിത് മറ്റത് ബൈഹാത്താക്കിയിട്ടുണ്ട്. ഏതറിയോ? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശ വൈരാഗ്യം ജ്ഞാനം യത്തത് അഹേതുകം. ഇതില് സെയിം തിങ് ആണ്. ജ്ഞാനം യത് ബ്രഹ്മദർശനം. സെയിം. ഏകദേശം കുറച്ച് അഹേതുകായിട്ടുള്ള ഭക്തി എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് 24ഉം 25ഉം ഒന്നിച്ചാണ് ചെയ്തിരിക്കണം. യദാസ്യ ചിത്തമർത്ഥേഷു സമേഷ്വിന്ദ്രിയ വൃത്തിഭി ന വിഗൃണ്ണാതി വൈഷമ്യം പ്രിയമപ്രിയമിത്യുത സ തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം ഹേയോപാദേയരഹിതമാരൂഢം പദമീക്ഷതേ. അപ്പൊ നമുക്ക് 24ന്റെയും 25ന്റെയും കൂടിയിട്ടുള്ള അർത്ഥം നമുക്ക് നോക്കാം. യഥാ എപ്പോൾ, അസ്യ ചിത്തം ഈ ആളുടെ മനസ്സ്, സമേഷു ചാൽ സ്വതേ, എപ്പോ ഈ സമേഷു ചാൽ, സമേഷു അർത്ഥേഷു ചാൽ ഒരേപോലുള്ള അർത്ഥങ്ങളിൽ ഇന്ദ്രിയവൃത്തിഭി ഇന്ദ്രിയ വ്യാപാരങ്ങളെ കൊണ്ട്, അതായത് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുകയാണ്. പ്രിയം അപ്രിയം വൈഷമ്യം, ഓ ഇതെനിക്കിഷ്ടാണ് ഇതെനിക്കിഷ്ടല്ല എന്നുള്ള ഭേദഭാവന യഥാന്ന ഗൃഹാതി, അത് എപ്പോഴാ ഇല്ലാണ്ട് ആവണത്, എപ്പോൾ ആഗ്രഹിക്കുന്നില്ലയോ അവൻ തഥായേവ അപ്പൊ തന്നെ ആത്മന മനസ്സുകൊണ്ട് നിസ്സംഗം സംഗ്രഹിതമായും, അതായത് വിരക്തി വരികയാണ്, സമദർശനം എല്ലാവരെയും ഒരുപോലെ കാണുക. സമദർശനം വളരെ പ്രധാനമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുക. ഒരാൾ കേമനാണ്, ഒരാള്, അതൊക്കെ വെറും ഭാഗ്യമാണല്ലോ. നമുക്കത് മനസ്സിലാക്കിയാൽ നമുക്ക് ആരോടും ഒരു അവജ്ഞയോ പുച്ഛോ തോന്നാൻ വഴിയില്ല. കാരണം ഈ ഓരോരുത്തരുടെ അവസ്ഥകളൊന്നും നമ്മൾ ഉണ്ടാക്കണതല്ല, നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന്. ഓരോരുത്തരുടെ അവസ്ഥകൾ പൂർവ്വജന്മവാസന കൊണ്ട് അല്ലെങ്കിൽ
അവനവന്റെ തന്നെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടേണ്ടി വരികയാണ് മനുഷ്യനെ. അപ്പൊ അത് ശരിക്കും നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് ആരോടും ദേഷ്യോ പുച്ഛോ തോന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിയമമില്ലാതെ അയാള് ഈശ്വരൻ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് വിചാരിച്ചിട്ട് അധർമ്മികളെ നമുക്ക് ശിക്ഷിക്കാണ്ടയോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റാണ്ടോ പറ്റുന്നല്ല പറയണം. പക്ഷേ നമുക്ക് അവരോട് ദേഷ്യോ പുച്ഛോ അവജ്ഞയോ അല്ലെങ്കിൽ ഒന്നും തോന്നാതെ അതൊക്കെ ചെയ്യാം. കാരണം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അതൊക്കെ വേണ്ടിവരും. പക്ഷേ നമ്മുടെ മനസ്സിനെ അതിന്ന് ശുദ്ധാക്കാം. അങ്ങനെ ആവുന്നാണ് പറയണത്. അപ്പോ അതാണ് സമമായ സമദർശനത്തോടുകൂടി മഹയോപാധേയരഹിതം. അതായത് ഇതാണ് എനിക്കിഷ്ടമാണ്, ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ട, ഉപേക്ഷിക്കുകയും സ്വീകരിക്കുകയും. ചിലത് ഞാൻ ഉപേക്ഷിക്കും, ചിലത് എനിക്കിത് വേണ്ട, ചീത്തയാണ്, ഉപേക്ഷിക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ സ്വീകരിക്കാം. അങ്ങനെ ഉപേക്ഷിക്കത്തക്കതും സ്വീകരിക്കത്തക്കതും ആയിട്ടൊന്നും തോന്നായും ആരൂഢം എല്ലാറ്റിനും മീതെ ഇരിക്കണ ആ ആത്മാവിനെ, ആത്മാനം പദം, ആത്മാവായിരിക്കുന്ന സ്ഥാനത്തെ ഈക്ഷതെ കാണുന്നു. ഭക്തി വർദ്ധിച്ചാലത്തെ കാര്യമാണ് കപില മഹർഷി അമ്മോട് പറയണ. ഭക്തി നമുക്ക് വർദ്ധിക്കുമ്പോ എന്താ ഉണ്ടാവുക അറിയോ? അപ്പോ ജ്ഞാനം ഉദിക്കുന്നു പറഞ്ഞില്ലേ, തന്നെയാണ് ജ്ഞാനം. എങ്ങനെയാ ഭക്തി വർദ്ധിക്കുമ്പോൾ വൈരാഗ്യം വർദ്ധിക്കും. അങ്ങനെ ഭക്തിയും വൈരാഗ്യവും വർദ്ധിക്കുമ്പോൾ ഈശ്വര കൃപ ഉള്ള ഒരു സമയത്ത് നമുക്ക് ജ്ഞാനം ഉദിക്കും. ആ ജ്ഞാനം എന്താ? ഈ പിന്നെന്താണ്, ഇന്ദ്രിയങ്ങളോട് ചേർന്നിരിക്കണ ഇത് മുഴുവൻ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാതും ഇതെനിക്ക് വലിയ ഇഷ്ടമാണ്, അപ്രിയവും പ്രിയവും ആയിട്ട് നമ്മളെ കാണാതെ ആയിത്തുടങ്ങും. എനിക്കിതാണ് ഇഷ്ടം, എനിക്ക് ഇവിടെയാണ് ഇഷ്ടം, എനിക്ക് അവിടെയാണ് ഇഷ്ടം, എനിക്ക് ഇയാളെയാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ല. അതൊക്കെ പതുക്കെ 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 കുറയും. കാരണം ഞാൻ എവിടെയോ എന്തോ ഇരിക്കണതൊന്നും എനിക്ക് കൺട്രോളില്ല. എന്നെ ഈ സമയത്ത് ഇവിടെ കൊണ്ട് നിർത്തി ഭഗവാൻ, അല്ലെങ്കിൽ എന്നെ ഈ സമയത്ത് ഭഗവാൻ ഭാഗവതം വായിച്ചു പറയിപ്പിക്കണു. ഇത് കേൾക്കണവരെ ആ സമയത്ത് ഭഗവാൻ അത് കേൾപ്പിക്കണു. ഇതൊന്നും നമുക്ക് ശരിക്കും കർത്തൃത്വമൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഭക്തി വർദ്ധിക്കും തോറും അത് ബോധ്യമായിട്ട് വരും. എന്താ? ഇതും എനിക്ക് പ്രിയം അപ്രിയം അങ്ങനെയില്ല, എനിക്ക് പ്രിയമുള്ള ആള് അപ്രിയമുള്ള ആള് അങ്ങനെയില്ല. സമദർശനെ ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ ഇന്ദ്രിയങ്ങളോട് ചേർന്നിട്ടുള്ള ഒന്നും എനിക്ക് പ്രിയോ അപ്രിയോ അങ്ങനെ ഇല്ല എനിക്ക്. അതായത് ഒന്നെനിക്ക് സന്തോഷം തരണു, ഒന്നെനിക്ക് ദുഃഖം തരണു, അങ്ങനെ എനിക്ക് തോന്നാതെ ആയിരിക്കണു. പിന്നെ എൻ്റെ ഈ ശുദ്ധമായിട്ടുള്ള ചിത്തത്തില് ആത്മസ്വരൂപം തന്നെയാണ് അനുഭവപ്പെടുന്നത്. അപ്പോ പിന്നെ ഞാൻ എല്ലാറ്റിനെയും സമമായിട്ട് കാണാൻ സാധിക്കും, എല്ലാറ്റിലും ഈശ്വര ചൈതന്യം കാണാൻ സാധിക്കും. ഒന്നും ഉപേക്ഷിക്കത്തക്കതായിട്ടോ അധികം നല്ലത് വിചാരിച്ച് സ്വീകരിക്കത്തക്കതായിട്ടോ ഒന്നും ഇല്ല എന്ന് മനസ്സിലായിട്ട് ഞാൻ ആ ആത്മപദത്തിൽ തന്നെയാണ് ഇരിക്കണം. ഇനി എനിക്കൊന്നും നേടാനില്ല. അതാണല്ലോ ആത്മസാക്ഷാത്കാരം. അതായത് ഇനി ഒന്നും നേടാനില്ല എന്ന് മാത്രമല്ല, ഇതിലും ആനന്ദകരമായിട്ടൊന്നും ആഗ്രഹിക്കാനില്ല, ഒന്നും ഇല്ലതാനും. അപ്പോ അതാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ ഭക്തിയും വൈരാഗ്യവും വർദ്ധിക്കുമ്പോൾ നമ്മള് ഈ ആത്മസാക്ഷാത്കാരമായി ആവുന്ന ഈ അവസ്ഥയിൽ എത്തും. ആ അവസ്ഥയിലത്തെ കാര്യമാണ് പറഞ്ഞത്. എന്താ? ഒന്നും പ്രിയവും അപ്രിയമായിട്ട് തോന്നില്ല, ആരും നീചനും ശ്രേഷ്ഠനുമായിട്ട് തോന്നില്ല. പിന്നെയോ ഏത് കാര്യവും അല്ലെങ്കിൽ ഒന്നും ഉപേക്ഷിക്കണമെന്നോ ഒന്നിനും സ്വീകരിക്കണമെന്ന് തോന്നില്ല. എല്ലാവരിലും ഭഗവാന്റെ ചൈതന്യം കാണും. പിന്നെ വേറെ ഒന്നും, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്, എനിക്ക് ഇനി ഒന്നും നേടാനില്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണെന്ന് അനുഭവമാവും. ആ അനുഭവം ഭക്തി കൊണ്ട് ഭക്തിയിൽ തുടങ്ങിയാൽ തീർച്ചയായിട്ടും എത്തും അമ്മേ, യാതൊരു സംശയവും വേണ്ടാന്ന് എന്താണ് ദേവഹൂതിക്ക് ഉറപ്പ് നൽകുന്നു. ആര്? കപില ഭഗവാൻ. ഭഗവാൻ തന്നെയാണല്ലോ, ഭഗവാന്റെ അവതാരല്ലേ. അപ്പൊ അമ്മോട് പറയാണ്, അമ്മേ ഒരു ശങ്കയും വേണ്ട, ഭക്തി വർദ്ധിക്കുമ്പോൾ വൈരാഗ്യം വർദ്ധിക്കും.
അങ്ങനെ ഭക്തിയും വൈരാഗ്യം കൊണ്ട് ശുദ്ധമായിട്ടുള്ള മനസ്സിൽ ജ്ഞാനം ഉദിക്കും. ജ്ഞാനം ഉദിച്ചാൽ പിന്നെ നമുക്ക് പ്രിയ ഏതാണ്, അപ്രിയ ഏതാണ്, സ്വീകരിക്കത്തക്കത് ഏതാണ്, ഉപേക്ഷിക്കത് ഏതാണ് എന്നൊന്നുമില്ല. എല്ലാറ്റിലും ഭഗവത് സ്വരൂപം തന്നെ നമ്മൾ കാണും. അതിലധികം വലിയൊരു അവസ്ഥ ഇല്ല. സച്ചിദാനന്ദ സ്വരൂപം തന്നെ ആയി തീരും. വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ 24 25 ചെയ്യും. നമുക്ക് 26 ചെയ്യാം ഞാൻ വിചാരിക്കണു. 24 25 വായിക്കട്ടെ കേട്ടോ. യദാസ്യ ചിത്തമർത്ഥേഷു സമേഷ്വിന്ദ്രിയവൃത്തിഭി ന വിഗൃണ്ണാതി വൈഷമ്യം പ്രിയം അപ്രിയമിത്യുതാ സ തദൈവാത്മനാത്മാനം നിസ്സംഗം സമദർശനം. നിസ്സംഗണ ഉറ്റു, ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. സമദർശനം ഹേയോപാദേയരഹിതം, അതായത് ഉപേക്ഷിക്കത്തക്ക സ്വീകരിക്കാതെ ഒന്നുമില്ല. ആരൂഢം പദമീക്ഷതേ, അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എത്തുന്നു. ഇനി 26. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വര പുമാൻ ദൃശ്യാദിഭി പൃഥക് ഭാവൈർ ഭഗവാനേക ഈയതേ. 26ന്റെ അർത്ഥം നമുക്ക് നോക്കാം. ജ്ഞാനമാത്രം, അതായത് കേവലം ഈ ജ്ഞാനമാത്രമായിട്ട് പരംബ്രഹ്മ, പരബ്രഹ്മമെന്നും പരമാത്മാ, പരമാത്മാവെന്നും ഈശ്വര, ഈശ്വരനെന്നും പുമാൻ, പുരുഷൻ എന്നും ഒക്കെ അറിയപ്പെടുന്ന ഏകനായ ഭഗവാൻ, സർവേശ്വരൻ, ദൃശ്യാധിപി, ദൃശ്യം, ദ്രഷ്ടാവ് എന്നിങ്ങനെ പൃഥക് ഭാവേ, ഭിന്നഭാവങ്ങളാൽ ഈയതേ തോന്നപ്പെടുകയാണ്. അതായത് ആ അദ്വൈത തത്വമാണ് പറയണത്. നമുക്ക് കാണപ്പെടുന്ന വസ്തു, ആ കാണുന്ന കാഴ്ച, കാണല്, അതൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. ശരിക്ക് ഈ ദ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അതെന്താ പറയണം നമുക്ക് അർത്ഥം? അതാണ് പറഞ്ഞത്. അതായത് ആ പരബ്രഹ്മംന്നോ ഈശ്വരനോ പരമാത്മാവെന്നോ സാക്ഷി മാത്രമായ പുരുഷൻ എന്നോ അറിയപ്പെടുന്ന ആ പരമാത്മ ചൈതന്യം മാത്രമേ സത്യമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കാണുന്നു, കാഴ്ച അല്ലെങ്കിൽ കാണുന്ന ആള് എന്നൊക്കെയുള്ള ആ മൂന്നായിട്ടുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതൊക്കെ വെറും തോന്നലാണ്. എപ്പോഴാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കണ? അപ്പോ ഈ ദ്രഷ്ടാവും, അതായത് കാണുന്ന ആളും ദൃശ്യവും ആ കാഴ്ചയും ആ കാണുന്ന പ്രോസസ്സും ആ കാണുക എന്ന ആ ക്രിയയും എല്ലാം ഒന്നാവും. ശരിക്കും ഒരേ ഒന്നേ ഉള്ളൂ. മറ്റതൊക്കെ മായ കൊണ്ട് നമുക്ക് തോന്നുകയാണ്. ആ പരമാത്മ ചൈതന്യെന്നും പരബ്രഹ്മെന്നും ഈശ്വരനും സാക്ഷി മാത്രമായിട്ടുള്ള പുരുഷൻ എന്നും ഒക്കെ നമ്മൾ പറയണ ആ ശക്തി മാത്രമേ സത്യമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ തോന്നലാണ്. എപ്പോഴാണ് ഈ ത്രിപുടി മുടിയുന്നത്? അതായത് ദ്രഷ്ടാവും ദൃശ്യവും ആ കാണൽ എന്ന പ്രക്രിയയും എപ്പോഴാണ് ഒന്നായിത്തീരുന്നത്? അതുതന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന്, അല്ലെങ്കിൽ ആ അവസ്ഥ അദ്വൈതാവസ്ഥയാണത്. ശരിക്കത് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ നമുക്ക് തോന്നുകയാണ് എന്നാണ്. ജ്ഞാനമാത്രം, ജ്ഞാനം എന്ന് പറയാനെ, ജ്ഞാനെന്നും പരബ്രഹ്മെന്നും ഈശ്വരനെന്നും പരമാത്മാവെന്നും പരമപുരുഷനും ഒക്കെ പറയണത് ഒന്ന് തന്നെയാണ്. അത് മാത്രമേ ശരിക്കും സത്യമായിട്ടുള്ളൂ. വേറെ എന്തുണ്ടെന്ന് നമുക്ക് തോന്നണതും വെറും തോന്നലാണ്. ജ്ഞാനം ഉദിച്ചാൽ ആ തോന്നല് മാറി ത്രിപുടി പറയും. അതായത് ഈ മൂന്നെണ്ണം, കാണുന്ന ആള്, കാഴ്ച, കാണുക എന്ന പ്രക്രിയ എല്ലാം ഒന്നായി തീരും. ഏതാവും? ആ ദ്രഷ്ടാവ് മാത്രാവും. അല്ലെങ്കിൽ അപ്പൊ പിന്നെ ദ്രഷ്ടാവെന്ന് പറയണ്ട, കാരണം കാഴ്ച ഒന്നുമില്ലല്ലോ. അപ്പൊ ആ പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ എന്നാണ് ശരിക്കും. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വര പുമാൻ ദൃശ്യാദിഭി പൃഥക് ഭാവൈർ ഭഗവാനേക ഈയതേ. അപ്പോ ഇതിലെന്താ പറയണ വെച്ചാൽ, അത് പറഞ്ഞു ബ്രഹ്മ മാത്രമേ എടുത്ത. ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്യാം.
ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിന യുജ്യതേഭിമതോപ്യർത്ഥോ യദസംഗസ്തു കൃഷ്ണശാ. ഇതിനെന്താ പറയണല്ലോ 27 എന്താ പറയണ വെച്ചാൽ കൃഷ്ണശ എല്ലാ വിഷയങ്ങളിലും അസംഗ, അതായത് അറ്റാച്ച്മെന്റ് ഇല്ലാതെ, സംഘമില്ലാതെ, യത് യാതൊന്നോ, ഏതാവാൻ ഏവ അത്ര മാത്രമേ, സമഗ്രേണ പൂർണ്ണമായിട്ടുള്ള, യോഗേന യോഗസാധനയാൽ, അഭിമത ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവനവന് ചേരണ, അർത്ഥ ഫലമായിട്ട്, ഇഹ ഈ ലോകത്തിൽ, യോഗിന ഒരു യോഗിക്ക്, യുജ്യതേഹി പ്രാപിക്കേണ്ടതുള്ളൂ. അതായത് വിഷയാസക്തിയാണ്, വിഷയങ്ങളോടുള്ള ആസക്തിയാണ് നമ്മളുടെ ഈ ജ്ഞാനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് നമുക്ക് ഈ ലൗകിക മെറ്റീരിയലായിട്ടുള്ള സാധനങ്ങളോടുള്ള നമ്മളുടെ അറ്റാച്ച്മെന്റ് ആണ്. എന്തായാലും വീടാണെങ്കിലും ആൾക്കാരാണെങ്കിലും ഒക്കെ അതിനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ ഈ മോക്ഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ജ്ഞാനം അവിടെ ഉണ്ട്, പക്ഷെ അതിനെ ഈ ഒരു മായ എന്നുള്ള മറോണ്ട് മറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ ആവരണം, മായ ആവരണം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് മാറ്റണം. ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട് ശരിക്കും. പക്ഷെ ജ്ഞാനം പരമാത്മ ചൈതന്യമാണല്ലോ, അപ്പൊ ഒന്നെന്നെയാണല്ലോ, പരബ്രഹ്മം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ മായ ആവരണം ചെയ്തിരിക്കുന്നു, മീൻസ് മറച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ അത് നീക്കണം. അപ്പോ യോഗസാധന കൊണ്ട് അതാണ് ചെയ്യേണ്ടത്. ഏത് മായയാകുന്ന ആ മറ നീക്കുക. അപ്പോ അജ്ഞാനം പ്രകാശിക്കും അല്ലേ. മായ ഒരു കർട്ടന്റെ നല്ല തിക്കായിട്ടുള്ള കർട്ടന്റെ പിന്നിലാണെങ്കിൽ നമുക്ക് കാണില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം കർട്ടന്റെ തിക്നെസ്, ആ കട്ടി കുറച്ച് 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 കൊണ്ടുവരിക, എന്നാൽ തന്നെ ആ വെളിച്ചം കുറേശ്ശെ പുറത്തേക്ക് വരും. അതെപ്പോഴാണ് പരിപൂർണമായിട്ടും ആ കർട്ടൻ മാറ്റണ? അപ്പോ ജ്ഞാനം പൂർണ്ണമായിട്ടുള്ള പ്രകാശത്തോടുകൂടി തെളിയും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പ്രകാശത്തോടു കൂടി തെളിഞ്ഞ് നിൽക്കുക. അപ്പോൾ അല്ലേ, അങ്ങനെ അത് ആലോചിച്ചാൽ എനിക്ക് ആ ഒരു ഉദാഹരണം വളരെ ഇഷ്ടാട്ടോ. അതായത് നമ്മുടെ ഉള്ളില് സൂര്യനെ പോലെ ബ്രഹ്മമുണ്ട്, അല്ലെങ്കിൽ ജ്ഞാനം, ബ്രഹ്മജ്ഞാനം എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ എന്തായാലും പ്രശ്നം വെച്ചാൽ നമ്മളെ അതിനെ മറച്ചും കൊണ്ട് മായയുടെ ഒരു തിക്ക് കർട്ടന്റെ ഭയങ്കര തിക്കായിട്ടൊരു കർട്ടൻ. അപ്പോ ആ വെളിച്ച അശേഷം ഇങ്ങോട്ട് വരുന്നില്ലേ. കറുത്ത ആലോചിച്ച് നോക്കൂ, കറുത്തിട്ടോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആയിട്ടൊരു കർട്ടൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് റൂമിൽ ഇരുട്ടാവില്ലേ. അതേപോലെ വളരെ തിക്കായിട്ടുള്ളൊരു ഡാർക്ക് കർട്ടൻ ഇട്ടിറക്കുകയാണ് നമ്മളെ മായ എന്നാണ് അതിന്റെ പേര്. അപ്പൊ നമുക്ക് മനസ്സിൽ മുഴുവൻ ഇരുട്ടാ. അതിലാണ് ഈ സത്വ രജസ് തമോ ഗുണങ്ങളൊക്കെ, ലേശം സത്വഗുണമൊക്കെ ഉണ്ടാവും, അതിനാണ് ഇത്തിരി വെളിച്ചുണ്ടാവുക. പക്ഷേ ഈ ഭക്തി വർദ്ധിക്കുമ്പോ ഈ കർട്ടന്റെ തിക്നെസ് കുറഞ്ഞു 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 വരും. കുറേ കഴിയുമ്പോ കുറേശ്ശെ അതിന്ന് വെളിച്ചം ഇങ്ങനെ വന്നിടങ്ങും. അപ്പൊ ആ വെളിച്ചത്തിൽ തന്നെ നമ്മള് പിന്നെയും ഈ കർട്ടനെ നീക്കാൻ നോക്കും. അങ്ങനെ ഈ കർട്ടൻ മുഴുവനും നീങ്ങണ സമയത്ത് നമുക്ക് ആ ബ്രഹ്മജ്ഞാനത്തിന്റെ മുഴുവൻ വെളിച്ചവും നമ്മുടെ മനസ്സിൽ പ്രകാശിക്കുന്ന മാത്രമല്ല, വേറെ ഒരു വെളിച്ചവും ഇല്ല. വെറും ആ പരമാത്മ ചൈതന്യത്തിന്റെ പ്രകാശം മാത്രമാവും. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തന്നെ പരമാത്മ ചൈതന്യമായി തീരും. അതാണ് ഇതിൽ പറഞ്ഞത്. ഏതാ, ഈ സർവവും ബ്രഹ്മം തന്നെയാണ് നമ്മളെ ഉള്ളിലുണ്ടേനു. അതാണ് അതിനെ മാറ്റണം. ആ മായയാകുന്ന മറയെ നമുക്ക് മാറ്റണം. അതിനാണ് ഭക്തി. അപ്പൊ ഭക്തി വർദ്ധിക്കുമ്പോ പറഞ്ഞില്ലേ ഇതിനു മുമ്പേ, നമ്മളെ ഇതിന് തടസ്സമായി നിൽക്കണത് തന്നെ അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഭക്തി വർദ്ധിക്കും തോറും വൈരാഗ്യം വർദ്ധിക്കുന്നു പറഞ്ഞില്ലേ, അറ്റാച്ച്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ മായയുടെ കർട്ടന്റെ തിക്നെസ് കുറഞ്ഞു 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 തന്നെ അറ്റ് വൺ പോയിന്റ് മുഴുവൻ മാറും, ജ്ഞാനം ഉദിക്കും. അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ 27 വായിച്ചിട്ട് നമുക്ക് നമ്മളെയും മായയാകുന്ന മറയെ ഭഗവാൻ മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിന യുജ്യതേഭിമതോപ്യർത്ഥോ യദസംഗസ്തു കൃഷ്ണശാ. ഗുരുവായൂരപ്പാ, മായയാകുന്ന മറ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ